Hi, I'm Shamir. Welcome back. Learn English through reading newspapers. Reading newspapers is really important for improving your English speaking skills. Please watch the video till the end. Definitely this video will help you to learn English. കോർട്ട് കോടതി. കൺവിക്റ്റ് എന്നാൽ ശിക്ഷിക്കുക എന്നുള്ള അർത്ഥമാണ്. കുറ്റക്കാരനാണെന്ന് വിധിക്കുക. കോർട്ട് കൺവിക്ട്സ് ചെന്താമര കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുന്നു, കോടതി വിധിക്കുന്നു. ഇൻ നെന്മാറ ഡബിൾ മർഡർ കേസ്. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ ചെന്താമര കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുന്നു. സെൻറ്റൻസ് എന്നാൽ വിധി പ്രസ്താവന നടത്തുക എന്നുള്ളത്. ഓൺ വെൻസ്ഡേ ബുധനാഴ്ച. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ ചെന്താമരയെ കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി. ശിക്ഷ ബുധനാഴ്ച വിധിക്കും. ഇതാണ് തലക്കെട്ട്. പാലക്കാട്, കേരള. ദ പാലക്കാട് അഡീഷണൽ സെഷൻസ് കോർട്ട്. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി ഓൺ മൺഡേ തിങ്കളാഴ്ച. കൺവിക്റ്റ് എന്നാൽ കുറ്റക്കാരനാണ് കണ്ടെത്തുക. കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി. ദ നൊറ്റോറിയസ് ക്രിമിനൽ ചെന്താമര. നൊറ്റോറിയസ് ക്രിമിനൽ എന്നാൽ കുപ്രസിദ്ധ കുറ്റവാളി എന്നുള്ള അർത്ഥമാണ്. കുപ്രസിദ്ധ കുറ്റവാളിയായിട്ടുള്ള ചെന്താമര കുറ്റക്കാരനാണെന്ന് തിങ്കളാഴ്ച കോടതി കണ്ടെത്തി. ഇൻ ദ ഹൈ പ്രൊഫൈൽ നെന്മാറ ഡബിൾ മർഡർ കേസ്. ഹൈ പ്രൊഫൈൽ എന്നാൽ ഏറെ ശ്രദ്ധേയമായ എന്നുള്ള അർത്ഥമാണ്. വലിയ ജനശ്രദ്ധയാകർഷിച്ച. ഡബിൾ മർഡർ കേസ് ഇരട്ടക്കൊലപാതകം. ഈ ഏറെ ശ്രദ്ധ നേടിയിട്ടുള്ള ഇരട്ടക്കൊലപാതക കേസിൽ അദ്ദേഹം ചെന്താമര പ്രതിയാണെന്ന് കോടതി കണ്ടെത്തി. ദാറ്റ് സെൻറ്റ് ഷോക്ക് വേവ്സ് അക്രോസ് കേരള. അതിനർത്ഥം കേരളമൊട്ടാകെ നടുക്കമുണ്ടാക്കി എന്നുള്ള അർത്ഥമാണ്. കൊലപാതകം കേരളമൊട്ടാകെ നടുക്കമുണ്ടാക്കി. ആ കൊലപാതക കേസിൽ ചെന്താമര, കുപ്രസിദ്ധ കുറ്റവാളിയായിട്ടുള്ള ചെന്താമര കുറ്റക്കാരനാണെന്ന് തിങ്കളാഴ്ച പാലക്കാട് അഡീഷണൽ സെഷൻ കോടതി കണ്ടെത്തി. ഡെലിവറിംഗ് ദ വേർഡിക്റ്റ് എന്നാൽ കോടതി വിധി. ഡെലിവറിംഗ് ദ വേർഡിക്റ്റ് വിധി പ്രസ്താവിച്ചുകൊണ്ട്, വിധി പ്രഖ്യാപിക്കവേ ഡിസ്ട്രിക്ട് ജഡ്ജ് കെന്നത്ത് ജോർജ് സ്റ്റേറ്റഡ് എന്നാൽ ഇവിടെ പ്രസ്താവിച്ചു എന്നുള്ള അർത്ഥമാണ്. ജില്ലാ ജഡ്ജായിട്ടുള്ള കെന്നത്ത് ജോർജ് പ്രസ്താവിച്ചു ദാറ്റ് ദ ഡബിൾ മർഡർ ചാർജ് എഗെയിൻസ്റ്റ് എന്നാൽ എതിരായിട്ട്, എഗെയിൻസ്റ്റ് ദി അക്യൂസ്ഡ് പ്രതിക്കെതിരായിട്ടുള്ള ഇരട്ടക്കൊലപാതക കുറ്റം. ഡബിൾ മർഡർ ചാർജ് ഇരട്ടക്കൊല കുറ്റം. ചാർജ് എന്നാൽ കുറ്റം. ഡബിൾ മർഡർ ചാർജ് എഗെയിൻസ്റ്റ് ദി അക്യൂസ്ഡ് ഹാസ് ബീൻ പ്രൂവൺ എന്നാൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള അർത്ഥമാണ്. പ്രൂവ് എന്നാൽ തെളിയിക്കുക. അതിൻ്റെ മൂന്നാമത്തെ രൂപമാണ് പ്രൂവൻ. ദ പ്രൊനൗൺസ്മെൻറ്റ് എന്നാൽ ആധികാരിക പ്രഖ്യാപനം എന്നുള്ള അർത്ഥമാണ്. പ്രൊനൗൺസ്മെൻറ്റ് ഓഫ് ദ സെൻറ്റൻസ് ശിക്ഷാവിധി പ്രഖ്യാപനം. ഇതാണ് അർത്ഥം. പ്രൊനൗൺസ്മെൻറ്റ് ഓഫ് ദ സെൻറ്റൻസ് ശിക്ഷാവിധി പ്രഖ്യാപനം വിൽ ബി ഓൺ വെൻസ്ഡേ. അത് ബുധനാഴ്ചയായിരിക്കും. വിധി പ്രസ്താവിച്ചുകൊണ്ട് അഡീഷണൽ ജില്ലാ ജഡ്ജിയായ കെന്നത്ത് ജോർജ് പ്രതിക്കെതിരായിട്ടുള്ള ഇരട്ടക്കൊലപാതക കുറ്റം തെളിഞ്ഞതായിട്ട് അറിയിച്ചു. ശിക്ഷ ബുധനാഴ്ച പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ദ വേർഡിക്റ്റ് ഈ കോടതി വിധി വരുന്നത്, പുറപ്പെടുവിക്കുന്നത് 1.5 years ആഫ്റ്റർ ദ ബ്രൂട്ടൽ ക്രൈം. ബ്രൂട്ടൽ എന്നാൽ ഹീനമായ എന്നർത്ഥം, നിഷ്ഠൂരമായ, മൃഗീയമായ. ഈ ക്രൂരമായ കൊലപാതകം ടുക്ക് പ്ലേസ് ഓൺ January 27, 2025. 2025 ജനുവരി 27 നടന്ന ക്രൂരമായ കുറ്റകൃത്യത്തിന് 1.5 വർഷത്തിന് ശേഷമാണ് ഈ വിധി കോടതി പുറപ്പെടുവിക്കുന്നത്. ചെന്താമര എ റെസിഡൻറ്റ് ഓഫ് തിരുത്തമ്പാടം ഇൻ പോത്തുണ്ടി. പോത്തുണ്ടിയിലെ തിരുത്താമ്പാടം സ്വദേശിയായിട്ടുള്ള ചെന്താമര, റെസിഡൻ്റ് എന്നാൽ സ്വദേശി, വാസ് ഓൺ ട്രയൽ എന്നാൽ വിചാരണ എന്നുള്ള അർത്ഥമാണ്. ചെന്താമര വിചാരണ നേരിടുകയായിരുന്നു. വാസ് ഓൺ ട്രയൽ എന്നാൽ വിചാരണ നേരിടുകയായിരുന്നു. ഫോർ ഹാക്കിംഗ് സുധാകരൻ 55 ആൻഡ് ഹിസ് എൽഡർലി മദർ ലക്ഷ്മി 75 ടു ഡെത്ത്. എൽഡർലി എന്നാൽ പ്രായമായ എന്നുള്ള അർത്ഥമാണ്. ഹാക്കിംഗ് ടു ഡെത്ത് എന്നാൽ വെട്ടിക്കൊലപ്പെടുത്തൽ. 55 വയസ്സുള്ള സുധാകരനെയും
അദ്ദേഹത്തിൻ്റെ പ്രായം ചെന്ന അമ്മയായിട്ടുള്ള ലക്ഷ്മി 75 വയസ്സുള്ള ലക്ഷ്മിയെയും അദ്ദേഹം വെട്ടിക്കൊലപ്പെടുത്തുന്നു. അറ്റ് ദെയർ റെസിഡൻസ്, അവരുടെ വീട്ടിൽ വെച്ച്, അവരുടെ താമസ സ്ഥലത്ത് വെച്ച്, ഇൻ ബോയൻ കോളനി, തിരുത്താമ്പാടം. പോത്തുണ്ടിയിലെ തിരുത്താമ്പാടം സ്വദേശിയായ ചെന്താമര തിരുത്താമ്പാടത്തെ ബോയൻ കോളനിയിലെ സ്വന്തം വീട്ടിൽ സുധാകരനെയും 55 വയസ്സുള്ള സുധാകരനെയും അദ്ദേഹത്തിൻ്റെ പ്രായമായ അമ്മ ലക്ഷ്മിയെയും 75 വയസ്സുള്ള ലക്ഷ്മിയെയും വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ അദ്ദേഹം ചെന്താമര വിചാരണ നേരിടുകയായിരുന്നു. ദി ഇൻവെസ്റ്റിഗേഷൻ. ഇൻവെസ്റ്റിഗേഷൻ എന്നാൽ അന്വേഷണം. ദി ഇൻവെസ്റ്റിഗേഷൻ റിവീൽഡ്. റിവീൽ എന്നാൽ വെളിപ്പെടുത്തുക. ഈ അന്വേഷണം വെളിപ്പെടുത്തി അന്വേഷണത്തിൽ പുറത്തു വന്നു. ചില്ലിംഗ് ഹിസ്റ്ററി. ചില്ലിംഗ് എന്നാൽ വിറങ്ങലിപ്പിക്കുന്ന. ചില്ലിംഗ് ഹിസ്റ്ററി നടുക്കമുണർത്തുന്ന ചരിത്രം, ഞെട്ടിപ്പിക്കുന്ന ചരിത്രം. എ ചില്ലിംഗ് ഹിസ്റ്ററി ഓഫ് വെൻഡേറ്റ. വെൻഡേറ്റ എന്നാൽ കുടിപ്പക എന്നുള്ള അർത്ഥമാണ്. പ്രതികാരം വീട്ടൽ, കുലവൈരവം, ഇതൊക്കെയാണ് അർത്ഥം. ഈ അന്വേഷണത്തിൽ പ്രതികാരത്തിൻ്റെ നടുക്കമുണർത്തുന്ന, ഭയപ്പെടുത്തുന്ന, വിറങ്ങലിപ്പിക്കുന്ന ഒരു ചരിത്രമാണ് പുറത്തു വന്നത്. ചെന്താമര ഹാഡ് പ്രീവിയസ്ലി ബീൻ അറസ്റ്റഡ് ആൻഡ് ജയിൽഡ് ഫോർ ദ 2019 മർഡർ ഓഫ് സുധാകരൻസ് വൈഫ് സാജിദ. പ്രീവിയസ്ലി എന്നാൽ മുമ്പ്, മുൻ കഴിഞ്ഞു പോയ. ഹാഡ് ബീൻ അറസ്റ്റഡ് എന്നാൽ അറസ്റ്റിലായിരുന്നു. ആൻഡ് ജയിൽഡ്, ജയിലിലും കിടന്നിരുന്നു. ഫോർ ദ 2019 മർഡർ ഓഫ് സുധാകരൻസ് വൈഫ് സാജിദ. 2019 സുധാകരൻ്റെ ഭാര്യയായിട്ടുള്ള സാജിദയെ അദ്ദേഹം കൊലപ്പെടുത്തി. അതിൽ അദ്ദേഹം ജയിലിലായിരുന്നു. എ കേസ് ഫോർ വിച്ച്, മുമ്പ് പറഞ്ഞ ആ കേസ്, ദാറ്റ് വിച്ച്, അത്, ദ കോർട്ട് ഹാഡ് ഓൾറെഡി സെൻറ്റൻസ്ഡ് ഹിം ടു ഡബിൾ ലൈഫ് ഇംപ്രിസൺമെൻറ്റ് ആൻഡ് എ ഫൈൻ. ഇംപ്രിസൺമെൻറ്റ് എന്നാൽ തടവ്. ഡബിൾ ലൈഫ് ഇംപ്രിസൺമെൻറ്റ് എന്നാൽ ഇരട്ട ജീവപര്യന്തം തടവ്. ഫൈൻ എന്നാൽ പിഴ. ഓൾറെഡി എന്നാൽ നിലവിൽ തന്നെ. മുമ്പ് പറഞ്ഞ ആ കേസിൽ, സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ, കോടതി അദ്ദേഹത്തിന് ഇരട്ട ജീവപര്യന്ത തടവും പിഴയും വിധിച്ചിരുന്നു. ഹവവർ എന്നാൽ ആഫ്റ്റർ ബീയിങ് റിലീസ്ഡ് ഓൺ ബെയിൽ. ബെയിൽ എന്നാൽ ജാമ്യം. റിലീസ്ഡ് ഓൺ ബെയിൽ എന്നാൽ ജാമ്യത്തിൽ പുറത്തിറങ്ങി. എന്നാൽ ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ശേഷം ചെന്താമര ഹാർബേർഡ്. ഹാർബർ എന്നുള്ള അർത്ഥം രഹസ്യമായി സൂക്ഷിക്കുക എന്നുള്ള അർത്ഥമാണ്. ഹാർബേർഡ് ഉള്ളിൽ കൊണ്ടു നടന്ന. എ ഡീപ്പ് സീറ്റഡ് ഗ്രഡ്ജ്. ഡീപ്പ് എന്നാൽ ആഴത്തിലുള്ള. സീറ്റഡ് എന്നാൽ പ്രതിഷ്ഠിക്കപ്പെട്ട. ഗ്രഡ്ജ് എന്നാൽ വിരോധം, വിദ്വേഷം. ഡീപ്പ് സീറ്റഡ് ഗ്രഡ്ജ് ആഴത്തിലുള്ള വൈരാഗ്യം, കടുത്ത പക. എഗെയിൻസ്റ്റ് ദ ഫാമിലി, ആ കുടുംബത്തോട് എതിരായിട്ട്, ആ കുടുംബത്തോട് എന്നുള്ള അർത്ഥം. എഗെയിൻസ്റ്റ് ദ ഫാമിലി. ബ്ലെയിമിങ്, കുറ്റപ്പെടുത്തിക്കൊണ്ട്. സജിദ ആൻഡ് ഹെർ റിലേറ്റീവ്സ് ഫോർ ഹിസ് ഓൺ വൈഫ് ലീവിങ് ഹിം. ലീവിങ് ഹിം എന്നാൽ അദ്ദേഹത്തെ വിട്ടുപോകൽ, അദ്ദേഹത്തെ ഉപേക്ഷിക്കൽ. റിലേറ്റീവ്സ് എന്നാൽ ബന്ധുക്കൾ. സജിദ ആൻഡ് ഹെർ റിലേറ്റീവ്, സജിദയും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും. ഓൺ വൈഫ് എന്നാൽ സ്വന്തം ഭാര്യ. ഹിസ് ഓൺ വൈഫ്, അദ്ദേഹത്തിൻ്റെ സ്വന്തം ഭാര്യ. എന്നാൽ ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ശേഷം ചെന്താമര ആ കുടുംബത്തോട് ആഴത്തിലുള്ള വൈരാഗ്യം മനസ്സിൽ സൂക്ഷിച്ചു. സ്വന്തം ഭാര്യ തന്നെ വിട്ടുപോകാൻ സജിതയുടെ ബന്ധുക്കളെയുമാണ് അദ്ദേഹം കുറ്റപ്പെടുത്തിയിരുന്നത്. ദിസ് ലോങ് സ്റ്റാൻഡിങ് അനിമോസിറ്റി. അനിമോസിറ്റി എന്നാൽ വിരോധം, കഠിന വിദ്വേഷം. ലോങ് സ്റ്റാൻഡിങ് എന്നാൽ ദീർഘകാലമായി നിലനിൽക്കുന്ന എന്നുള്ള അർത്ഥമാണ്. ദിസ് ലോങ് സ്റ്റാൻഡിങ് അനിമോസിറ്റി, ഈ നീണ്ട കാലമായിട്ട് നിലനിൽക്കുന്ന വൈരാഗ്യം, കടുത്ത പക. അൾട്ടിമേറ്റ്ലി എന്നാൽ ഒടുക്കം, അവസാനം. കൾമിനേറ്റ് എന്നുള്ള അർത്ഥം ഇവിടെ കലാശിച്ചു എന്നുള്ള അർത്ഥമാണ്. അത് ഇതിലേക്ക് നയിച്ചു എന്നുള്ള അർത്ഥം. ഇൻ ദ ബ്രൂട്ടൽ എക്സിക്യൂഷൻ. എക്സിക്യൂഷൻ എന്നാൽ വധശിക്ഷ, കൊലപ്പെടുത്തുക എന്നുള്ള അർത്ഥമാണ്. ക്രൂരമായിട്ട് കൊലപ്പെടുത്തുക, അതാണ് ബ്രൂട്ടൽ എക്സിക്യൂഷൻ. ഓഫ് ദ ഡബിൾ മർഡർ ഓഫ് സുധാകരൻ ആൻഡ് ലക്ഷ്മി. ബ്രൂട്ടൽ എക്സിക്യൂഷൻ, അതിക്രൂരമായി നടപ്പിലാക്കുന്ന കൊലപാതകം. ഡബിൾ മർഡർ, ഇരട്ടക്കൊല. അൾട്ടിമേറ്റ്ലി കൾമിനേറ്റഡ്, ഇതിലർത്ഥം കലാശിച്ചു എന്നുള്ള അർത്ഥമാണ്. ഒടുവിൽ ഇങ്ങനെ കലാശിച്ചു. വർഷങ്ങളായിട്ട് നിലനിന്നിരുന്ന ഈ കടുത്ത പക ഒടുവിൽ സുധാകരനെയും ലക്ഷ്മിയെയും അതിക്രൂരമായി കൊലപ്പെടുത്തുന്നതിൽ കലാശിച്ചു.